ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പപ്പടം കൊണ്ടുള്ള ഒരു റെസിപ്പി. ഇനി ഞങ്ങൾക്ക് അത്താഴത്തിന് ചോറാണ്, ഇടവറ റൈസിൻ്റെ ചോറ്. അപ്പോൾ നമ്മൾ ഇനി ചോറൊക്കെ വെന്തിട്ടുണ്ട്. പപ്പടം വറുത്ത് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു പപ്പട ചമ്മന്തി ഞാൻ ഇപ്പോൾ അടുത്തിടെ കണ്ടറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടമാണ്, അപ്പോൾ നല്ല പപ്പടമാണ്. അപ്പോൾ നല്ലതായിട്ടൊന്ന് വറുത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമ്മുടെ പറ്റൽമുളകും കൂടെ ചമ്മന്തിക്ക് വേണ്ടി പപ്പടം അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇതാ ഇത്രയും, ഒരു കൈ ചെറിയ ഉള്ളി പൊളിച്ചത്, പിന്നെ ഒരു ശകലം പിഴുപുളി, ചെറിയ പുളി. അപ്പോൾ ഇതാ വറ്റൽമുളക് വറുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഒരു ശകലം കല്ലുപ്പും, ഈ കുഞ്ഞ് സൈസ് ഒരു ചെറിയ പിഴുപുളിയുടെ ചെറിയൊരു പീസ്, ഇത്രയും കൂടി ഇട്ട് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ പുളി ഉണ്ടാകണം അതേ രീതിയിൽ. അപ്പോൾ കല്ലുപ്പും കൂടെ ഉണ്ടാവുകൊണ്ട് നമ്മൾ അടിച്ച നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പട സാറിനെ ചേർക്കണം. ഇതിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊരു 3 എണ്ണം അടുക്കി വെച്ചങ്ങ് പൊടി ചേർത്ത് ചമ്മന്തി, പപ്പട ചമ്മന്തി തയ്യാർ. കാരണം രാവിലെയുള്ള കറികളൊക്കെ അല്ലേ ഇരിപ്പുള്ളൂ, അപ്പോൾ അതിനൊരു ചൂടായിട്ട് നമ്മൾ ഒരു കൂട്ടാനും കൂടെ വേണ്ടതിനാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചമ്മന്തി ഞാനും ഹസ്ബൻഡിനും മാത്രമാണ്, മോൾക്ക് ഇഷ്ടമല്ല. മോൾക്ക് പുളിശ്ശേരിയും പപ്പടവും മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് കൂട്ടി ഊണ് കഴിക്കുന്നതും കൂടെ കൂട്ടുകാരെ കാണിക്കാം. കണ്ടോ, ഇനിയാണ് നമ്മുടെ പപ്പട ചമ്മന്തി കുഴച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്ക് പുളിയും ആ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ നല്ലതായിട്ട് എല്ലായിടവും വ്യാപിക്കും. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ചോറ് വിളമ്പാം. ചോറ് വിളമ്പി നല്ല ചൂടുള്ള ചോറ്, അതിനായിട്ട് നമുക്ക് ചോറ് വിളമ്പാം. നല്ല ചൂടുള്ള ആവി പറക്കുന്ന ചോറാണ്. ഇനി ഇത് പപ്പട ചമ്മന്തി, പിന്നെ ഇച്ചിരി പുളിശ്ശേരിയും, പിന്നെ മോൾക്കാണെങ്കിൽ പപ്പടം വറുത്തതും. ഇത്രയാണ് ഇന്നത്തെ രാവിലത്തെ മുട്ടത്തൊക്കിൻ്റെ കുറച്ച് എരിവുള്ളത്. ഇതാ നോക്കിക്കേ, ചൂടുള്ള ചോറിനകത്തോട്ട് നമ്മുടെ പപ്പട ചമ്മന്തി വരട്ടി ഉരുട്ടി അങ്ങോട്ട് കഴിക്കണം. പിന്നെ ഓംലെറ്റാണുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഓംലെറ്റാണ്. അതോടെ പിച്ച് വെച്ച് നമുക്ക് ചോറ് കഴിക്കാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഇതുപോലൊക്കെ കഴിക്കുകയും ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പപ്പടം കൊണ്ടുള്ള റെസിപ്പി. ഇനി ഞങ്ങൾക്ക് അത്താഴത്തിന് ചോറാണ്, ഇടവറ റൈസിൻ്റെ ചോറ്. അപ്പം നമ്മൾ ഇനി ചോറൊക്കെ വെന്തിട്ടുണ്ട്. പപ്പടം വറുത്ത് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു പപ്പട ചമ്മന്തി ഞാൻ